ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വാഴല കൊണ്ട് റോസാപ്പൂ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. തുടക്കം തന്നെ പാളിയിട്ടുണ്ട്, കമ്പി താഴത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കമ്പിയൊക്കെ എടുത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഉണങ്ങിയ വാഴല നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് ചെറുതായിട്ടൊരു നനവോട് കൂടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നാലേ നമ്മൾ എടുത്ത് മടക്കാൻ നേരത്തൊക്കെ അതേ സെയിം ആ ഒരു ഇതിലോട്ട് വരത്തുള്ളൂ. അങ്ങനെ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത്. എടുത്തിട്ട് നമുക്ക് വേണ്ട അളവിൽ ആദ്യമേ തന്നെ ഒന്ന് കട്ട് ചെയ്യുക. നമുക്ക് ആദ്യമേ തന്നെ മുട്ടൊന്ന് ഉണ്ടാക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അതിൻ്റെ ഇതൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് മുട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ മുട്ടിന് വേണ്ടിയിട്ട് 2 പീസ് വാഴയില എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കമ്പി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് നൂലൊന്നിങ്ങനെ കെട്ടിക്കൊടുക്കണം. അപ്പം ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു മോഡൽ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ട് നൂലെടുത്തിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടിക്കൊടുക്കണം. കാരണം നമ്മൾ നന്നായിട്ട് മുറുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതളൊക്കെ വെക്കുന്ന സമയത്തിന് പെട്ടെന്ന് തന്നെ അഴിഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് പോരും. എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് എൻ്റെ ഇതൾ ശരിയാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കത്തില്ല മെറ്റീരിയലൊക്കെ എടുത്തിട്ട്, അതേപോലെ ഇങ്ങനെ ഞുറിവായിട്ട് ഇങ്ങനെ നന്നായിട്ട് എടുക്കണം. അങ്ങനെ ഇച്ചിരി പാടാണ് കേട്ടോ ഇതെടുക്കാനായിട്ട്. ചിലപ്പോൾ ഇടയ്ക്കുന്നൊക്കെ കീറിപ്പോയെന്നൊക്കെ വരും. കീറിപ്പോകാതിരിക്കാനാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഒരു വിധത്തിലൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് എടുത്ത് ആ മുട്ടയിലോട്ട് എടുത്ത് വെച്ചിട്ട് അവിടെയും നന്നായിട്ട് നൂല് ചുറ്റണം. നന്നായിട്ട് നൂല് ചുറ്റി കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 ഇതൾ വെച്ചിട്ട് നന്നായിട്ട് നൂല് ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയോ ടൈറ്റാക്കി ചെയ്യാവോ അത്രയും ടൈറ്റാക്കി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ നന്നായിട്ട് ടൈറ്റാക്കി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ അതേപോലെ തന്നെ 2 ഇതൾ വെച്ചിട്ട് നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഗ്രീൻ കളറിലെ തണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറിലെ ടേപ്പാണ് കേട്ടോ. അത് നമുക്ക് ത്രെഡ് ഹൗസിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. അങ്ങനെ അതും നമ്മൾ ഫുള്ളേ ചുറ്റി കൊടുക്കണം. പിന്നെ വേണ്ടത് ലീഫ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മാസ്കിങ് ടേപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ കമ്പി അതും നമ്മൾ ത്രെഡ് ഹൗസിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വളഞ്ഞ് കിട്ടുന്ന തരത്തിലുള്ള കമ്പിയാണ്, ഒത്തിരി കട്ടിയുള്ള ടൈപ്പല്ല. അങ്ങനെ ആ മാസ്കിങ് ടേപ്പ് അതിലേക്ക് ഒട്ടിച്ച് 2 സൈഡും ലെവലാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ലീഫിൻ്റെ ആകൃതിയിൽ നന്നായിട്ടൊന്ന് വെട്ടിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തെ പോർഷനൊക്കെ നന്നായിട്ടൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച റോസാപ്പൂവിൻ്റെ തണ്ടിലോട്ട് നമുക്ക് എടുത്തിട്ട് ഒന്നും കൂടെ ആ പച്ച കളറിലെ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ഇതൾ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് ഒരുപാടിട്ട് ചെയ്യുന്നില്ല, 2 ഇതൾ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അതടിക്കാം. ഞാനിപ്പോൾ നല്ല റെഡ് കളറാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിൽ അത്രയും കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല. നല്ലൊരു റെഡ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലീഫിന് നല്ല ഗ്രീൻ കളറും അടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഫാബ്രിക് പെയിൻ്റാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഗ്ലൈസിങ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഫാബ്രിക് പെയിൻ്റാണ് അപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.